അതെ എഡ്വിനും വിൻസി എന്തായാലും നമുക്ക് വേണ്ടി ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടാക്കി തന്നല്ലോ. എന്ത് ചെയ്യുക, സമയം 7 മണിയായി. കാർട്ടിന് കിടക്കാൻ കോഫി ടി വി. പുതിയ താമസക്കാരാണോ? നാട്ടിലെവിടെയാ? നാട്ടില് ഞങ്ങള് കോട്ടയത്താ. ഓ ആണോ? ഇവിടെ അടുത്താണോ വീട്? അതെ അതെ, ഒരു വീട്ടിന്റെ അപ്പുറത്താ ഞാൻ താമസിക്കുന്നേ. അതെ, ഞാൻ ബെന്തക്കോസ്താ. ഞാൻ ഇവിടെ അടുത്താ, ഗ്ലോസ്റ്റർ ചർച്ച് ഓഫ് ഗോഡ് ഗിൽഗാൽ ഉണ്ട്. ഞങ്ങളിങ്ങനെ ചർച്ചൊക്കെ തെരഞ്ഞോണ്ടിരിക്കുവായിരുന്നേ. ഞങ്ങൾ ആരെ അറിയത്തില്ലല്ലോ. ഓ ആണോ? അതിനെന്താ, ഞങ്ങളെ ചർച്ചിൽ വരാലോ. വരുന്നുണ്ടോ? ഓക്കെ, ശരി ചേച്ചി. അപ്പൊ നാളെ കാണാം. പേരെന്തായിരുന്നു? എന്റെ പേര് ഷൈനി. ചേച്ചിയുടെ പേരെന്താ? എന്റെ പേര് ലിസി. ഓക്കെ, ശരി. അപ്പൊ നാളെ കാണാം. ഓക്കെ, ബൈ ബൈ ബൈ. ഇതാ ഞാൻ പറഞ്ഞ ഫാമിലി. ചേട്ടന്റെ പേര് ജേക്കബ് എന്നാ, ചേച്ചിയുടെ പേര് ലിസി. ഇതവരുടെ പിള്ളേരാണ്. ഞങ്ങളുടെ ചർച്ചിലേക്ക് സ്വാഗതം. നീ സന്ധ്യപ്രാർത്ഥനയ്ക്ക് വരുന്നില്ലേ? മണി 7 ഞാൻ വരത്തില്ല, അമ്മ സീരിയൽ കണ്ടോണ്ടിരിക്കുവല്ലേ. നീ അങ്ങോട്ട് പോ, ഒരാള് വിളിക്കാൻ വേണ്ടി പോ. എടി ജാനിസേ, പള്ളി പോകാൻ എഴുന്നേക്കുന്നുണ്ടോ? 4-5 ആഴ്ചയായിട്ട് ഒറ്റ പള്ളി പറയുമോ? Hey guys, I just woke up now. My mom's just shouting at me and waking me up for church. Same old. ലിസി ചേച്ചി ചർച്ചിൽ വന്നിട്ട് കുറേ ആയല്ലോ, വിളിച്ച് ചോദിക്കാം. ഇതെന്തിനായിരിക്കും വിളിക്കുന്നത്? ചർച്ചിൽ ചെല്ലാതെ ചോദിക്കാനായിരിക്കും. ഹലോ, പ്രൈസ് ലോർഡ് ചേച്ചി, ഞാനാ ഷൈനി. മനസ്സിലായിരുന്നു. സുഖമായിട്ടിരിക്കുന്നു. 4-5 സൺഡേ ആയല്ലോ കണ്ടിട്ട്. പാസ്റ്റർ ചോദിക്കുമായിരുന്നു ചേച്ചി കാണുന്നില്ല, എന്ത് പറ്റി? ഞാനങ്ങ് ഡ്യൂട്ടി ആയിരുന്നേ. എനിക്ക് സൺഡേ എല്ലാം ഡ്യൂട്ടി ഉണ്ടായിരുന്നു. മോളാണെങ്കിൽ പിന്നെ രാവിലെ വിളിച്ചാൽ എഴുന്നേക്കത്തുമില്ല. എന്നെ വിളിക്കും, ഞാൻ പറയും പള്ളിയിൽ പോകാൻ എഴുന്നേക്കാനൊക്കെ, പക്ഷേ അവൾ എണീക്കത്തില്ല. അച്ചായനാണെങ്കിലും ഡ്യൂട്ടിക്ക് പോകും. പിന്നെ മോനാണെങ്കിൽ കുറേ കൂട്ടുകാർ ഒക്കെ ഉണ്ട്, അവരുടെ കൂടെ എന്തെങ്കിലുമൊക്കെ സൺഡേ അല്ലേ അപ്പം പറഞ്ഞാലൊന്നും അവർ വരുന്നുമില്ല. ഞാനും പിന്നെ അങ്ങ് ഡ്യൂട്ടി ആയിപ്പോയി, അതാ പറ്റിപ്പോയേ. എന്തായാലും ചേച്ചി ട്രൈ ചെയ്യ് ഈ സൺഡേ വരാനായിട്ട്, അല്ലെങ്കിൽ പാസ്റ്ററെ അറ്റ്ലീസ്റ്റ് ഒന്ന് വിളിച്ചെങ്കിലും ഒന്ന് പറയണേ. ഓക്കെ, ഞാൻ പറഞ്ഞേക്കാം. ശരി ചേച്ചി. ഇനിയിപ്പോൾ അതിൻ്റെ കുറവുകൂടെ ഉള്ളു, ഇനി അതും പറയണം. പപ്പ, ഇത് കണ്ടോ ന്യൂസില്? ഇത് നമ്മുടെ ഷോണല്ലേ? ആന്നല്ലോ, ഇവനോടല്ലേ എപ്പോഴും ജോലി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അതെ. അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ ഇവൻ? താണ്ട് അറസ്റ്റ് ചെയ്തേക്കുവാ പോലീസ്. എന്തോ ഒരു ഡ്രഗ്സിന്റെ കേസാണെന്നാണ് പറയുന്നത്. നോക്കട്ടെ ഇതിൽ ആരൊക്കെയാ ഉള്ളത്. വീഡിയോയില് ജോയലും ഉണ്ടല്ലോ. നമ്മളിനി എന്തോ ചെയ്യും? അവൻ എന്തിയെ? അവനെ ഫോൺ വിളിക്കേ. അവനെന്തിനാ ഇതിനുള്ളത്? അയ്യോ, അവനോടാ എപ്പോഴും വർത്താനം പറഞ്ഞോണ്ടിരുന്നത്. ഇനി എന്തൊക്കെ വരുവോ? ഞാൻ ഫോൺ വിളിച്ച അവനെ എടുക്കുന്നില്ലല്ലോ. നീ ഒന്ന് വിളിച്ച, നിന്റെ ഫോൺ എന്തിയേ? എന്റെ ഫോൺ കാണാനില്ല. വിളിക്കേ. കാണുന്നില്ല. അതേ വന്നോ. നീ ഇത് എവിടെയായിരുന്നു ഇത്രയും നേരം? ഞങ്ങൾ എത്ര വീഡിയോ വിളിക്കുന്നേ? വീഡിയോ എല്ലാം ആൾക്കാർ കണ്ടോണ്ടിരിക്കുക. ഞങ്ങളിപ്പോ എന്തോ ചെയ്യണം? നിനക്ക് മനസ്സിലായില്ലേ? അവൻ ഏത് സമയത്ത് ഫോൺ വിളിച്ചോണ്ടിരുന്ന ഇപ്പൊ അവസാനം എന്തുവായി? നമ്മളെങ്ങനെ ഇവിടെ ഈ രാജ്യത്ത് വന്നതാണ്. അന്നിപ്പോൾ എന്ത് ദൈവത്തോട് എന്ത് അടുത്താണ് നമ്മൾ ഇരുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ, ദൈവമായിട്ടുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഡ്യൂട്ടി ടി വി അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 7 മണിയാകുമ്പോൾ സന്ധ്യാപ്രാർത്ഥന ഉണ്ടോ? അതില്ല.
എത്ര ദിവസമായി നമ്മൾ പ്രാർത്ഥിച്ചിട്ട്. ഇനി ദൈവം മാത്രമേ ഉള്ളൂ നമ്മളെ രക്ഷിക്കാൻ. അത് ഇരിപ്പ് കണ്ടോ, നമ്മുടെ ബൈബിളൊക്കെ ഇരിക്കുന്നുണ്ടോ, അടിയിൽ വെച്ചേക്കാണ്. ഇങ്ങനെ പോയതുകൊണ്ടാണ് ദൈവം നമുക്ക് നൽകിയ ഒരു ശിക്ഷയാണിത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനം എടുക്കണം. ദൈവത്തോട് കൂടുതലായിട്ട് അടുത്ത് ദൈവം എന്താണ് പറയുന്നത് അതനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോകുന്ന ദൈവത്തിന് ഉറപ്പ് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്കൊന്നും ചെയ്യാനില്ല. നീ മോളെ വിളിക്കാം, നമുക്ക് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കാം. അതേ ഉള്ളൂ രക്ഷ.